ഹലോ ഗൈസ്, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? അപ്പം ഞങ്ങളെല്ലാവരും ഇപ്പോൾ ഉള്ളത് തിരുപ്പതിയിലാണ്. അപ്പോൾ ഫാമിലി ആയിട്ട് നമ്മൾ എല്ലാ വർഷവും തിരുപ്പതി വരാൻ ശ്രമിക്കാറുണ്ട്. അപ്പോൾ ഈ പ്രാവശ്യം ഞങ്ങൾ ഈ മാസത്തിലാണ് വന്നിരിക്കുന്നത്. അപ്പം നമ്മൾ 3 മാസം മുമ്പൊക്കെ ബുക്ക് ചെയ്താൽ മാത്രമേ നമുക്ക് ഈ 300 ദർശനം കിട്ടുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ ഫ്രീ ദർശനമാണെങ്കിൽ ഒരുപാട് സമയം എടുക്കും. അപ്പോൾ അതുകൊണ്ട് ഇപ്രാവശ്യം എല്ലാവരും കൂടെ വന്ന് ഞങ്ങൾ തിരുപ്പതിയിൽ സ്റ്റേ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടുന്ന് തിരുമലയിലേക്ക് പോകണം. അപ്പോൾ എല്ലാവരും റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ നേരത്തെ റെഡിയായി വീഡിയോ എടുക്കാനായിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ ഇപ്രാവശ്യം അബിക്കും അർജുനും ഒന്നും വരാൻ പറ്റിയിട്ടില്ല. കുറച്ച് ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങളൊക്കെ കാരണം അവർക്ക് രണ്ടുപേർക്കും വരാൻ പറ്റിയിട്ടില്ല. ബാക്കി എല്ലാവരും ഞങ്ങളുണ്ട്. അപ്പോൾ എല്ലാവരും റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾക്ക് ആക്ച്വലി ദർശനം വന്നിട്ട് ഒരു 9 o'clock-നാണ്. അപ്പം 9 o'clock-നാകുമ്പോൾ നമ്മളിപ്പോൾ ഒരു 6 o'clock ആവുന്നതേ ഉള്ളൂ. അപ്പോൾ ഈ 6 o'clock-ൻ്റെ സമയത്ത് ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങി മേളിൽ തിരുമല പോയിട്ട് പിന്നെ അന്നദാനം കഴിക്കണമെന്നുണ്ട്. പിന്നെ അവിടുത്തെ കുറച്ച് കാര്യങ്ങൾ കഴിഞ്ഞിട്ട് ഒരു 9 മണിക്കുള്ള ദർശനത്തിന് കയറാം എന്നുള്ളൊരു പരിപാടിയാണ് നമ്മളിപ്പോൾ പ്ലാൻ ചെയ്തേക്കുന്നത്. അപ്പോൾ ഞങ്ങളിവിടെ വന്ന് സ്റ്റേ ചെയ്തിരിക്കുന്നത് ഒരു ഹോട്ടലിലാണ്. ഇതിൻ്റെ ബാക്കിൽ കാണാൻ പറ്റും നിങ്ങൾക്ക്. അതാണ് തിരുമല. നമ്മൾ ഇതുവഴി അവിടെ ഒരു റൂട്ടൊക്കെ ഉണ്ട്. നമ്മൾ അതുവഴി 1 way ആണ് ആക്ച്വലി അതുവഴിയാണ് പോകുന്നത്. അപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് കാറിൽ പോയിട്ട് അവിടെ പാർക്ക് ചെയ്തിട്ട് ആണ് കയറാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഞങ്ങൾ ചെന്നൈയിൽ നിന്നാണ് വന്നത്. ഞാൻ എൻ്റെ വീട്ടിൽ വന്നിട്ട് അവിടെ നിന്നാണ് ഇങ്ങോട്ട് വന്നത്. അപ്പോൾ ഞങ്ങൾ ഇങ്ങോട്ട് വന്നതും അപ്പോൾ അതൊക്കെ നിങ്ങളൊന്ന് കണ്ടിട്ട് വരും. അപ്പോഴേക്കും ഞങ്ങളെല്ലാം റെഡിയായി ഇറങ്ങി ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ എൻ്റെ വീഡിയോ കാണിക്കുന്നതായിരിക്കും. ഇന്ന് നമ്മൾ രാവിലെ 4 മണിക്ക് തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നുള്ള ശക്തമായ ശബ്ദം ഫ്ലോപ്പായതിൻ്റെ ഭാഗമായിട്ട് 7 മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങി നേരെ ഫുഡ് കഴിക്കാൻ വന്നിരിക്കുന്ന ഒരു സീനാണ് കേട്ടോ നിങ്ങളിപ്പോൾ കാണുന്നത്. വീട്ടിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ എന്തായാലും ആദ്യത്തെ കാര്യം ഫുഡ് കഴിക്കുക എന്നുള്ളതായിരിക്കുമല്ലോ. അപ്പം തന്നെ എല്ലാവർക്കും വിശന്ന് തുടങ്ങും. ഇപ്പം നമ്മൾ വന്നിരിക്കുന്ന നേരെ പെരമ്പൂർ ശ്രീനിവാസയിലാണ്. ഇവിടുത്തെ ഭക്ഷണം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ചെന്നൈ വന്നാൽ തന്നെ അവിടുത്തെ വെജ് ഫുഡ് കഴിക്കുക എന്നുള്ളത് എൻ്റെ ഒരു ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യമാണ്. പിന്നെ പ്രത്യേകിച്ച് എവിടെയെങ്കിലും യാത്ര പോകുമ്പോഴാണെങ്കിലും. അപ്പം ഞാൻ ഓർഡർ ചെയ്തത് ഈ ഇഡ്ഡലിയും പലതരത്തിലുള്ള കറികൾ പലതരത്തിലുള്ള നിറങ്ങളുള്ള ഈ ചട്നികളൊക്കെയാണ് കേട്ടോ. ആദിക്ക് വേണ്ടിയിട്ടാണ് ഇത്ര ഗംഭീരമായിട്ടുള്ള ഭൂരി ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ഭൂരിയല്ല പൂരി വാങ്ങിച്ചു വെച്ചിരിക്കുന്നത്. പക്ഷെ അവൻ ഡീല് പറഞ്ഞിട്ടുണ്ട് 5 വായേ ഞാൻ കഴിക്കുള്ളൂ എന്നും. അങ്ങനെ അടിച്ചു പിടിച്ചൊക്കെ ഫുഡ് കൊടുത്തോണ്ടിരിക്കുന്ന പരിപാടിയാണ് കേട്ടോ ഇവിടെ. കുറച്ചധികം നാളുകളായിട്ട് ഇപ്പം ചായ കോഫി ഇതൊന്നും കുടിക്കാറില്ല. അത് കുറച്ച് നാളത്തേക്ക് മാറ്റി വെച്ചിരിക്കുന്ന പരിപാടിയാണ്. എന്നാലും ചെന്നൈ വന്നു കഴിഞ്ഞാൽ ചായയും കോഫിയൊക്കെ കുടിച്ചില്ലെങ്കിൽ എന്തോ ഒരു സമാധാനക്കേടാണ്. അങ്ങനെ ആ പരിപാടിയും ഇവിടെ സംഭവിച്ച സ്ഥിതിക്ക് ഇനി നമുക്ക് യാത്ര തുടരാം. ഇനി പോകുന്ന വഴിക്ക് വിശന്നാലോ എന്ന് കരുതി കുറച്ച് ബട്ടർ മുറുക്കൊക്കെ അവിടുന്ന് തന്നെ വാങ്ങിയിട്ടാണ് കേട്ടോ ഈ യാത്ര പോകുന്നത്. നമുക്ക് പിന്നെ യാത്ര എന്ന് പറഞ്ഞാൽ തന്നെ ഫുഡ് കഴിക്കുക എന്നുള്ളൊരു മെയിൻ ഇൻറ്റൻഷൻ ഉണ്ട് അതിനകത്ത്. അങ്ങനെ നമ്മളൊരു 2.5-3 മണിക്കൂർ ഡ്രൈവ് കഴിഞ്ഞ് നേരെ ചെന്നൈയിൽ നിന്ന് തിരുപ്പതിയിൽ വന്നിട്ട് ഹോട്ടലിൽ ചെക്ക് ഇൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. നിങ്ങൾ ഇപ്പൊ കാണുന്നത് ഞങ്ങളെടുത്ത ഹോട്ടലിന്റെ ഔട്ട്ഡോർ, അതായത് നമ്മൾ ബാൽക്കണിയിൽ നിന്നുള്ളൊരു വ്യൂ ആണ്. നല്ല അടിപൊളി സ്ഥലമാണെങ്കിലും ചൂട് കാരണം പണ്ടാരം അടങ്ങിപ്പോയി. അത്രയ്ക്ക് ചൂടായിരുന്നു. ചെന്നൈ ടു തിരുപ്പതി ഉള്ള റോഡൊക്കെ ഭയങ്കര അടിപൊളിയായിരുന്നെങ്കിലും ചൂട് സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. AC ഇട്ടാലും ഇല്ലെങ്കിലും ഒക്കെ മൊത്തത്തിൽ ഇങ്ങനെ ഒരു നല്ല ഹ്യൂമിഡിറ്റി ഉള്ളൊരു യാത്രയായിരുന്നു. അതുകൊണ്ട് തന്നെ ഞങ്ങൾ എത്തി ഭയങ്കര ടയർഡായിരുന്നു. എന്നിട്ട് റൂമൊക്കെ ഒന്ന് മൊത്തത്തിൽ നോക്കി ഇതൊക്കെ തന്നെ മതിയെന്നുള്ളൊരു ഫിക്സിംഗ് ആണ് കേട്ടോ ഇപ്പം നടക്കുന്നത്. ഇത് ബേസിക്കലി ഒരു ഹോട്ടലാണെങ്കിലും അവരൊരു ഫ്ലാറ്റ്, ഒരു അപ്പാർട്ട്മെന്റ് എടുത്തിട്ട് ഈ 2 BHK പോലെയൊക്കെ സെറ്റ് ചെയ്ത് ഉണ്ടാക്കിയിരിക്കുന്നതാണ്. അപ്പം അതുകൊണ്ട് തന്നെ നമുക്കിനകത്ത് 2 ബെഡ്റൂം, 3 ബാത്റൂം, പിന്നെ അത്യാവശ്യം വേണ്ടുള്ള കിച്ചൺ സാധനങ്ങളൊക്കെ ഉണ്ട്. പിന്നെ എവിടെ പോയാലും ഞാനും സജ്ജും റൂമിനടിയാണ്. ഞങ്ങൾക്ക് 2 പേർക്കും എന്തോ ഒറ്റ റൂം മാത്രമേ എപ്പോഴും ഇഷ്ടപ്പെടാറുള്ളൂ. അവസാനം അതൊരു വസ്തുതർക്കത്തിലെത്തിയിട്ടാണ് എപ്പോഴും നിൽക്കാറ്. അവസാനം ഒരു തീരുമാനത്തിലെത്തി. എല്ലാവർക്കും റൂമൊക്കെ ഇഷ്ടപ്പെട്ട് ഇനി ഒന്ന് നന്നായിട്ട് ഫ്രഷ് ആവണം, നല്ലൊരു ആന്ധ്ര താലി മീൽസ് കഴിക്കണം. അതായിരുന്നു കേട്ടോ ഇപ്പോഴത്തെ പ്ലാന്. ഇപ്പോൾ കുട്ടിയമ്മ കുറേ സാധനങ്ങൾ വാങ്ങിയിട്ട് വരും എപ്പോൾ വന്നാലും. അപ്പോൾ അതിൻ്റെ ഒരു പാർട്ടീഷൻ പരിപാടി കൂടി ഇവിടെ നടക്കുന്നുണ്ട്. ആദ്യം അവന് വേണ്ടുള്ള ചോക്ലേറ്റ്സും സാധനങ്ങളും ഒക്കെ നേരത്തെ കൈക്കലാക്കിയിട്ടുണ്ട് കേട്ടോ. എനിക്ക് കുറച്ച് ഐറിഷ് ക്രീം, ഹേസൽനട്ട്, അങ്ങനെ കുറച്ച് ഫ്ലേവേർഡ് കോഫി ബീൻസ് ഒക്കെയാണ് ഞാൻ പറഞ്ഞിരുന്നത്. അങ്ങനെ ആ പരിപാടികളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഒന്ന് ഫ്രഷ് ആയിട്ട് ഇപ്പൊ വരാം കേട്ടോ. ഹേസൽനട്ടാണോ വേണ്ടത്? അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴേക്കും ഫുഡൊക്കെ റെഡി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാനും ആദ്യം അമ്പലത്തിൽ പോകുന്നതുകൊണ്ട് തന്നെ വെജ് മീൽസ്, ബാക്കി എല്ലാവരും ആന്ധ്ര താലി മീൽസും ആണ് ഓർഡർ ചെയ്തത്. എന്നാലും നമുക്കൊരു ചെറുതായിട്ട് അതിലേക്കൊന്ന് കൈയിട്ട് നോക്കണമെന്നുണ്ടല്ലോ. ആരുടെ പപ്പടമാണോ എന്തോ ചെറുതായിട്ടൊന്ന് പൊട്ടിപ്പോയിട്ടുണ്ട്. ജീര റൈസ്, ദാൽ ഫ്രൈ, പായസം, ചപ്പാത്തി, അങ്ങനെ കുറേ സാധനം ഉണ്ടായിരുന്നു കേട്ടോ ആ താലിയിൽ. പിന്നെ നമ്മൾ കുറച്ച് സൈഡായിട്ട് പനീർ തിക്കയും ചില്ലി പനീർ, അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഓണത്തിന് കഴിക്കും.
പപ്പയ്ക്ക് ഫുഡ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ മമ്മി വിട്ടുകൊടുക്കുമോ, മമ്മി ഷുഗറൊക്കെ ഉണ്ടാവും എന്ന് പറഞ്ഞിട്ട് പായസം ഒന്നും കൊടുക്കുന്നുണ്ടായിരുന്നില്ല കേട്ടോ. അവസാനം ഓണത്തിന് വരാമെന്ന് പറഞ്ഞ് സമ്മതിപ്പിച്ചെടുത്തു. അങ്ങനെ എല്ലാവരും ചേർന്ന് ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം കുറച്ച് സമയം ആദ്യം കുട്ടിയമ്മയും കളിക്കായിരുന്നു. ഞങ്ങളെല്ലാവരും കുറച്ച് സൊറയൊക്കെ പറഞ്ഞിരുന്നു. കുറേ നാൾക്ക് ശേഷമാണ് ഞാൻ നാട്ടിലേക്ക് വരുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ എനിക്ക് ഒരുപാട് വിശേഷങ്ങളും അവർക്ക് അതിലേറെ വിശേഷങ്ങളും എന്നോട് പറയാനുണ്ടായിരുന്നു കേട്ടോ. സച്ചു അവളുടെ ഫ്രണ്ട്സിന്റെയും ഓഫീസിലേക്ക് കുറേ കഥകളൊക്കെ പറഞ്ഞ് മൊത്തത്തിൽ ചിരിച്ചു കളിച്ച് അന്നത്തെ സമയം പോയതേ അറിഞ്ഞില്ല. പിന്നെ കുറച്ച് സമയം എല്ലാവരും കൂടി റെസ്റ്റ് എടുക്കാൻ പോയി. ഞാനും സച്ചും കുറേ സമയം അവിടെ ഇരുന്ന് കത്തിവെച്ചെങ്കിലും പിന്നെ കുറച്ച് നമ്മുടെ മെയിൻ പരിപാടി ഉണ്ടല്ലോ, കുറച്ച് ഫേസ് പാക്ക് ഒക്കെ ഇടുക, കുറച്ച് മേക്കപ്പ് പരിപാടികളൊക്കെ ചെയ്യുക, അതൊക്കെ ചെയ്ത് സമയം പോയത് അറിഞ്ഞില്ല. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ 6 മണിക്ക് ഇറങ്ങാമെന്നൊക്കെ വിചാരിച്ചെങ്കിലും 7 മണിയായി റൂമിൽ നിന്ന് ഇറങ്ങിയപ്പോഴേക്കും ശരിക്കും നമുക്ക് 9 മണിക്ക് ദർശനമുണ്ട്. അങ്ങനെ എല്ലാവരും കുളിച്ച് റെഡിയായി കുട്ടപ്പനൊക്കെ ആയി കേട്ടോ. അങ്ങനെ ആദ്യത്തെ കുട്ടപ്പനാണ് ദേ ഈ നിൽക്കുന്നത് ആദികുട്ടൻ. ആദികുട്ടന്റെ ഇപ്പോഴത്തെ പരാതി എന്താണെന്നറിയോ, ഞാൻ മാത്രം മൈക്ക് വെച്ചിരിക്കുന്നു, അവന് വ്ളോഗിന് വരാൻ സമ്മതിക്കുന്നില്ല. അങ്ങനെ 100 പരിപാടിയാണ് ഇവിടെ നടക്കുന്നത്. സച്ചു പിന്നെ റെഡി ആയിട്ടേ ഇല്ല. അവൾ ചായയൊക്കെ കുടിച്ച് കഥയൊക്കെ പറഞ്ഞിരിക്കുകയാണ് കേട്ടോ. So pretty. Handsome. Yeah. Oh, you look handsome. ആദ്യക്ക് ഇങ്ങനത്തെ ഒരു ഗെറ്റപ്പൊക്കെയാണ് പ്ലാൻ ചെയ്തെങ്കിലും അവിടെ ഭയങ്കര തിരക്കായിരിക്കുമെന്നും ഈ മുണ്ടെടുത്ത് കൊച്ചിനെ ഒട്ടും നടക്കാൻ പറ്റില്ലെന്നൊക്കെ കരുതി അടുത്തൊരു മേക്ക് ഓവറിലേക്ക് പ്ലാൻ ചേഞ്ച് ചെയ്യേണ്ടി വന്നു. അങ്ങനെ അവസാനം എല്ലാവരും കൂടെ റെഡിയായി. അപ്പോഴേക്കും പുറത്തൊക്കെ നോക്കുമ്പോൾ നല്ല ക്ലൈമറ്റ് ആണ്. ആ ചൂടൊക്കെ അങ്ങോട്ട് മാറി ഒരു ചെറിയ തണുപ്പൊക്കെ വന്ന് തുടങ്ങുന്നുണ്ട്. എല്ലായിടത്തും ലൈറ്റൊക്കെ ഇട്ടിട്ടുണ്ട്. അടിപൊളി വ്യൂ ആയിട്ട് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. എനിക്ക് ഈ വ്യൂ ഭയങ്കരമായിട്ട് ഇഷ്ടമായി. ഞാൻ റെഡിയായി വന്നതിന് ശേഷം കുറേ സമയം ഇവിടെ നിന്ന് മൊത്തത്തിലൊന്ന് വീക്ഷിക്കുകയായിരുന്നു കേട്ടോ. അപ്പോഴാണ് ഈ സ്കൈൻ്റെ മേളിൽ വേറെ എന്തോ ഒരു സാധനം, ഒരു സ്പാർക്ക് ലൈറ്റ് പോലെ കാണുന്നത്. അപ്പോഴത് സജ്ജു പറയുമായിരുന്നു, അത് നമ്മൾ ഈ നക്ഷത്രമൊക്കെ പറന്നു പോകുമെന്ന് പറയില്ലേ, അത് ആ സംഭവമാണെന്ന്. അപ്പോൾ അത് ആദ്യം കണ്ടാൽ തന്നെ പ്ലാവിൽ നോക്കണമെന്ന് മമ്മിയും പിന്നെ വിഷ് വേണമെന്നൊക്കെ ആദ്യം പറഞ്ഞ് അങ്ങനെ മൊത്തത്തിൽ കുറച്ച് സമയം അവിടെ പോയി. പിന്നെ നമ്മൾ എവിടെ പോയാലും ലേറ്റായിട്ടല്ലേ പോവുള്ളൂ. അങ്ങനെ പറഞ്ഞ് കഥയൊക്കെ പറഞ്ഞ് എല്ലാവരും കൂടെ റെഡി ആയിട്ട് അങ്ങോട്ട് വരുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അമ്പലത്തിനെ റെപ്രസെന്റ് ചെയ്തിട്ട് തിരുമലയുടെ മേളിൽ ഒരു ചെറിയ സിമ്പിൾ കണ്ടോ നിങ്ങൾ? അപ്പോൾ അതൊക്കെ നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ കാണാനായിട്ട്. ഈ വൈകുന്നേരം ഒരു 7 മണിയൊക്കെ ആയപ്പോഴേക്കുള്ള ക്ലൈമറ്റ് ഇതാണ് കേട്ടോ. നല്ല ഭംഗിയുണ്ടായിരുന്നു. ഒരു ബ്ലൂയിഷ് ടിഞ്ചായിരുന്നു ഫുള്ള് നേച്ചറിന്. അങ്ങനെ എല്ലാവരും റെഡി ആയിട്ടുണ്ട്. അമ്മയ്ക്കും മോനും തീരെ വയ്യാൻ തോന്നുന്നു. മൊത്തത്തിലൊരു ഫോട്ടോ സെക്ഷൻ പരിപാടിയാണ് അടുത്തത്. അങ്ങനെ റെഡിയായി ഫോട്ടോ പരിപാടികളൊക്കെ കഴിഞ്ഞ് നേരെ ഇറങ്ങാണ്. പോകുന്ന വഴിക്കും മമ്മീനെ ഒരുക്കിപ്പിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ സജ്ജു. ഷോൾഡർ ഇടണ്ട, അല്ലെങ്കിൽ ഇങ്ങനെ ഇട് അങ്ങനെ ഇട് എന്നൊക്കെ പറഞ്ഞ് അവർക്ക് എപ്പോഴും എല്ലാവരുടെ കാര്യത്തിലും മേക്കപ്പ് ആണെങ്കിലും എല്ലാ കാര്യങ്ങളിലാണെങ്കിലും ഓൾ ഇൻ ഓൾ ഒരു ഒപ്പീനിയൻ ഉണ്ടാവും. അതവൾ ചെയ്യിപ്പിക്കുകയും ചെയ്യും കേട്ടോ. ഇന്നിങ്ങനെ മൊത്തത്തിലൊരു പോസിറ്റിവിറ്റിയാണ്. അതിൽ ഏറ്റവും വലിയ കാര്യം എനിക്ക് എന്താ തോന്നിയെന്നറിയോ, എല്ലാവരും ഇങ്ങനെ ട്രഡീഷണൽ ആയിട്ട് ഡ്രസ്സ് ചെയ്ത് നമ്മൾ ഒരു സ്ഥലത്ത് പോണത് അത് അമ്പലത്തിൽ മാത്രമായിരിക്കുമല്ലോ. അല്ലെങ്കിൽ എല്ലാവരും പല രീതിയിൽ തോന്നിയ പോലെയൊക്കെയാണല്ലോ ഡ്രസ്സ് ചെയ്യുന്നതും. പിന്നെ ഈ വൈകുന്നേരവും ഈ കാലാവസ്ഥയും ഈ സന്ധ്യാസമയമൊക്കെ ഭയങ്കര ഒരു പോസിറ്റിവിറ്റിയാണ്. അത് മേളിൽ ചെന്നപ്പോഴും അങ്ങനെ തന്നെ ആയിരുന്നു കേട്ടോ. ത്രൂ ഔട്ട് ആ ജേർണി എന്തോ ഒരു പെട്ടെന്നുള്ളൊരു പോസിറ്റീവ് പ്രസൻസ് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് എല്ലായ്പ്പോഴും എത്രയൊക്കെ തിരക്കാണെന്ന് പറഞ്ഞാലും എല്ലാ വർഷവും നമ്മൾ തിരുപ്പതിയിൽ വരാൻ ഒരു സമയം കണ്ടുപിടിക്കുകയും അതിലൂടെ എന്തായാലും പറ്റുന്നവരെല്ലാവരും വരാറുണ്ട് കേട്ടോ. അപ്പോൾ തിരുപ്പതിയിലേക്ക് പോകുന്ന കാര്യം പറയുകയാണെങ്കിൽ ഇത് ഒരു ചെക്ക് പോസ്റ്റ് പോലെയാണ്. തിരുപ്പതി ടു തിരുമല നമ്മൾ ട്രാവൽ ചെയ്യണമെങ്കിൽ നമുക്ക് ഈ ആൽക്കഹോൾ അല്ലെങ്കിൽ സിഗരറ്റ് അങ്ങനത്തെ യാതൊരുവിധ പരിപാടിയും പാടില്ല. അതുപോലെ പ്ലാസ്റ്റിക്സിനും കുറച്ചൊക്കെ റെസ്ട്രിക്ഷൻസ് ഉണ്ട്. അപ്പം നമ്മൾ കൊണ്ടുപോകുന്ന കാറ് നമ്മുടെ വരുന്ന എല്ലാവരെയും ഫുൾ ചെക്കിംഗ് ഒക്കെ ചെയ്യുന്ന ഒരു സ്ഥലമാണിത്. സപ്തഗിരി ചെക്ക് പോസ്റ്റ് എന്ന് എന്തോ ആണ് ഇതിന്റെ പേരും. അപ്പം ഞങ്ങൾ അവിടെ എത്തിയിട്ടുണ്ട്. അവിടെ എത്തി ഞങ്ങൾ കാറ് കൊടുത്ത് കുട്ടിമ്മയാണ് ഡ്രൈവ് ചെയ്യുന്നത്. ഞങ്ങൾ എല്ലാവരും ഇറങ്ങി നടന്ന് ചെക്ക് പോസ്റ്റിലിടയ്ക്ക് പോവുകയാണ്. കാർ അവർ തന്നെ വന്ന് ചെക്ക് ചെയ്തോളും. അങ്ങനെ ചെക്കിങ് പരിപാടികളൊക്കെ വളരെ സ്മൂത്തായിട്ട് കഴിഞ്ഞു. ഇനി എനിക്ക് തോന്നുന്നു ഒരു 35 to 40 മിനിറ്റ്സ് ഡ്രൈവ് ഉണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇതൊരു 1 വേ ആണ്. നമുക്ക് അതിലും ഈസി ആയിട്ട് പോകാം. റോഡൊക്കെ അടിപൊളിയാണ്. പക്ഷേ എന്തോ ഇവർക്ക് ടൈം റെസ്ട്രിക്ഷൻ ഉണ്ട്. അതായത് ഏതൊരു വെഹിക്കിളും ഫ്രം തിരുപ്പതി ടു തിരുമല ഇത്ര 35 to 40 മിനിറ്റ്സിൻ്റെ കുറഞ്ഞെത്തുകയാണെങ്കിൽ നമുക്ക് എന്തോ ഫൈനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത്രയ്ക്ക് കൺട്രോൾഡ് ആണ് അവിടുത്തെ ട്രാഫിക് ആണെങ്കിലും അവിടുത്തെ ക്ലീൻലിനെസ് ആണെങ്കിലും അവിടുത്തെ ഓരോ പ്രൊസീജിയറും പ്രോട്ടോക്കോളും ഒക്കെ എല്ലാം ഭയങ്കര ഡിസിപ്ലിൻഡ് ആണ്. അവിടുത്തെ നീറ്റ്നെസ്സിനെ കുറിച്ച്
പിന്നെ പറയേ വേണ്ട. വെൽ ക്ലീൻഡ് ആൻഡ് മെയിൻറ്റൈൻഡ് ആണ് തിരുപ്പതി. ഇവിടെ വരുന്നവർക്കും സാധാരണ ആൾക്കാർക്ക് പോലും ഇവിടെ വരുന്നതിനും ദർശനത്തിനും സ്റ്റേ ചെയ്യാനും ഒക്കെ ഉള്ള ക്വാർട്ടേഴ്സുകളാണൊക്കെ ഇതൊക്കെ. നമുക്കിതൊക്കെ ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും അവിടെ വന്നിട്ടൊക്കെ ബുക്ക് ചെയ്യാവുന്നതാണ്. നമ്മളിപ്പോൾ ഡയറക്റ്റ് ആയിട്ട് പോകുന്നത് ATC സർക്കിളിലേക്കാണ്. അവിടെയാണ് ഈ 300 റുപ്പീസ് ദർശൻ അല്ലെങ്കിൽ സ്പെഷ്യൽ എൻട്രി ദർശൻ, VIP ദർശന്റെ ഒക്കെ എൻട്രി ഉള്ളത്. അമ്പലത്തിൽ കയറുന്നതിനും അറ്റേഴ്സ് ഉണ്ട്. ആണുങ്ങളും പെണ്ണുങ്ങളും ട്രഡീഷണൽസ് മാത്രമേ ധരിക്കാവുള്ളൂ. പാൻസും പൈജാമയൊക്കെ അലോഡ് ആണ് കേട്ടോ. നമ്മുടെ ആധാർ കാർഡും ബുക്കിംഗ് ആയിട്ടുള്ള ടിക്കറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് വേണം പോകാനായിട്ട്. അപ്പോൾ നമ്മൾ പോയത് ഏകദേശം 9 o'clock ദർശനത്തിനാണ്. ഞങ്ങൾ അവിടെ കയറി ഞങ്ങളെ ഒരു സെല്ലിൽ പൂട്ടിയിട്ടു 9:25-ന്. കറക്റ്റ് 2 മണിക്കൂർ കഴിഞ്ഞപ്പോൾ 11:25-ന് അത് ഓപ്പൺ ചെയ്തു. എന്നാലും നമ്മൾ ഉള്ളിലൊക്കെ പോയി ദർശനമൊക്കെ കണ്ട് ലഡു ഒക്കെ വാങ്ങി തിരിച്ചിറങ്ങിയപ്പോഴേക്കും ഏകദേശം രാത്രി 2 മണി ആയിട്ടുണ്ട്. ഞങ്ങൾ 2 മണിക്ക് ദർശനം കഴിഞ്ഞ് വന്ന് കാർ എടുത്ത് ഇങ്ങനെ വരാൻ നേരത്താണ് അറിഞ്ഞത് 3 മണി വരെ താഴേക്കുള്ള എൻട്രി ഒക്കെ ക്ലോസ്ഡ് ആണ്. അപ്പോൾ അതുകൊണ്ട് 3 o'clock വരെ അവിടെ വെയിറ്റ് ചെയ്ത് ഒരു ചായയൊക്കെ കുടിച്ച് പതുക്കെ ഇപ്പോൾ താഴോട്ട് ഇറങ്ങുകയാണ് കേട്ടോ. അങ്ങനെ ചായയൊക്കെ കുടിച്ച് റൂമിലെത്തിയപ്പോഴേക്കും ഏകദേശം 5 മണിയായി. ഞാനിപ്പോൾ ഒന്ന് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് ബാൽക്കണി നിൽക്കുകയാണ് കേട്ടോ. ഇനി ഒന്ന് നന്നായിട്ട് പോയി കിടന്ന് ഉറങ്ങണം. നല്ല പോലെ ഉറക്കം വരുന്നുണ്ട്. ആദ്യം ഒരുപാട് ക്ഷീണിച്ചു. എല്ലാവരും ടയർഡാണ്. ഇനിയിപ്പം നാളെ രാവിലെ കാണാം. രാവിലെ എന്ന് പറയാൻ പറ്റില്ല. ഞാൻ കണ്ണ് തുറന്നപ്പോഴേക്കും ഏകദേശം 1 മണി ആയിട്ടുണ്ട്. നേരെ ലഞ്ചിലേക്കാണ്. അപ്പോഴേക്കും എല്ലാവരും എനിക്ക് ഫ്രഷ് ആയിട്ടുണ്ടായിരുന്നു. ഫുഡൊക്കെ റെഡി ആയിട്ടുണ്ട്. കുറച്ച് ദിവസം വെജ് കഴിച്ചതിൻ്റെ ക്ഷീണം മാറ്റാൻ ഇന്ന് നമ്മൾ കുറച്ച് നോൺ വെജും പിന്നെ നമ്മുടെ താലി മീൽസ് അതൊരിക്കലും മാറ്റില്ല. അതൊക്കെയാണ് ഓർഡർ ചെയ്തേക്കുന്നത്. ഇത് മമ്മിക്ക് ചിക്കൻ ബിരിയാണി ഓർഡർ ചെയ്തതാണ്. ബാക്കിയെല്ലാം ചിക്കൻ തുക്ക അങ്ങനത്തെ കുറച്ച് സാധനങ്ങളും പിന്നെ ലസ്സി ഓഫ് കോഴ്സ് ഉണ്ടാവും. അങ്ങനെ അതൊക്കെയാണ് ഉള്ളത്. അങ്ങനെ എല്ലാവരും ഫ്രഷ് ആയിട്ട് വന്നു. ആദ്യമാണെങ്കിൽ മൊത്തത്തിൽ ക്ഷീണിച്ച് അവിടെ വന്ന് ഇരിപ്പുണ്ട്. പിന്നെ മമ്മി ഒന്ന് കുറച്ച് കളിയൊക്കെ തുടങ്ങിയതിന് ശേഷം അപ്പോഴാണ് അവനൊന്ന് എനർജറ്റിക് ആയിട്ട് വന്നത് കേട്ടോ. എനിക്ക് നാളെ തന്നെ ഓഫീസിൽ കയറണമെന്നുള്ളത് കൊണ്ട് 5 മണിക്ക് തന്നെ നമ്മൾ നേരെ ചെക്കൗട്ട് ചെയ്ത് ഞാൻ ചെന്നൈയിലേക്കാണ് വരുന്നത്. അവിടുന്ന് നേരെ ബസ്സിൽ എറണാകുളത്തേക്ക് വരിക എന്നുള്ളതാണ് പ്ലാന്. പക്ഷേ 5 മണിക്കുള്ള ചെക്കൗട്ടൊന്നും നടന്നില്ല കേട്ടോ. 6:30 നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ 8:45 ബസ്സായിരുന്നു. പിന്നെ ചെന്നൈ കഴിഞ്ഞ് കുറച്ച് സ്ഥലത്ത് ശേഷമാണ് ഞങ്ങൾ ബസ് പിടിച്ച് നിർത്തി. അങ്ങനെ ചാടി കയറുമായിരുന്നു. മൊത്തത്തിൽ പെട്ടെന്നുള്ളൊരു യാത്ര ആയിരുന്നുണ്ട്. ഭയങ്കരമായിട്ടൊരു സങ്കടമൊന്നും തോന്നിയില്ല. കാരണം ടാറ്റ പറയാനും ബൈ പറയാനും കരയാനുള്ള ഒരു സമയമൊന്നും കിട്ടിയില്ല എന്നുള്ളതാണ് സത്യം. പക്ഷെ ബസ്സിൽ കയറി ഇരുന്നപ്പോഴായിരിക്കും എനിക്ക് എന്തോ ഒരു ഫീലായിരുന്നു. ആദ്യം അബിയെ കാണാനുള്ള ഒരു എക്സൈറ്റ്മെന്റും ഉണ്ടായിരുന്നു. പക്ഷെ വീട്ടിൽ നിന്ന് പോകേണ്ട ഒരു സങ്കടമായിരുന്നു. പിന്നെ ആകെ ഒരു ആശ്വാസം എന്ന് വെച്ചാൽ നെക്സ്റ്റ് വീക്ക് ഈസ്റ്ററും വിഷുവൊക്കെ ആയതുകൊണ്ട് എന്തായാലും നമ്മൾ തിരിച്ച് നാട്ടിലേക്ക് വരും. അങ്ങനെ മൊത്തത്തിലുള്ളൊരു മിക്സഡ് ഇമോഷൻസ് ഒക്കെ ആയിട്ട് നേരെ ബസ്സിൽ നിന്ന് ഞാൻ ട്രാവൽ ചെയ്യാണ്. ഇനി നല്ല ക്ഷീണമുണ്ട്. പെട്ടെന്ന് തന്നെ കിടന്ന് ഉറങ്ങുക. നാളെ രാവിലെ ഡ്യൂട്ടിക്ക് പോവുക, ജോയിൻ ചെയ്യുക, അതൊക്കെയാണ്. അപ്പോൾ ഈ യാത്ര ഇന്നത്തോടുകൂടി ഇവിടെ അവസാനിച്ചു. മൊത്തത്തിൽ സന്തോഷവും അങ്ങനെ ഒരു മിക്സഡ് ഇമോഷനൊക്കെ ഉള്ളൊരു ദിവസം. രാവിലെ 7 മണിയായപ്പോൾ ഞാൻ എറണാകുളം എത്തിയിട്ടോ. അബി എന്നെ പിക്ക് ചെയ്യാൻ വന്നിട്ടുണ്ടായിരുന്നു. ഇനി നേരെ ഡ്യൂട്ടിക്ക് പോയി ജോയിൻ ചെയ്യുക. അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. നല്ല അടിപൊളിയൊരു ദിവസമായിരുന്നു. ഇനിയും കാണുന്നവരെ ബൈ.